ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ഓണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണ വിഭവങ്ങളാണ്. ശർക്കര ഉരുട്ടി, ഇഞ്ചി, നാരങ്ങക്കറി, ചിപ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ശർക്കര ഉരുട്ടി ഉണ്ടാക്കാനായിട്ട് പച്ച ഏത്തക്ക ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ ചെറിയ കട്ട് ചെയ്ത പീസിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നല്ല കടുമുടായിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പരുവം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇത് ഞാൻ ആദ്യം വറുത്ത് കോരി തരണം, അപ്പോൾ അത് ഇടയ്ക്ക് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ വറുത്ത് കോരി എടുത്തു. അപ്പോൾ എല്ലാം നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് എടുത്ത് കഴിച്ചു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അതിനായിട്ട് നമ്മൾ ശർക്കര പാനി കാച്ചി എടുക്കണം. അപ്പോൾ ശർക്കര പാനി കാച്ചുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒറ്റനൂൽ പരുവത്തിൽ കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇതാ ബാക്കി വന്ന കായ എടുത്ത് ചിപ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ശർക്കര പാനിയിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച കായയുടെ പീസ് ഇട്ട് ഇളക്കി എടുക്കണം. അതിനുശേഷം ഇത് നമ്മുടെ ചുക്ക് പൊടിച്ചതാണ്. ചുക്ക് പൊടിച്ചത് കൂടെ ഇട്ട് ഇത് കുറച്ച് പാടുള്ള പണിയാണ്. ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് പാട് വിട്ടാലും വേണ്ടല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം, ഒരു സന്തോഷമല്ലേ അത്. പിന്നെ അതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്ത് എടുത്തിട്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ശർക്കര ഉരുട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്സും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ്ടല്ലോ. വേണമെന്നുള്ളവർ എടുത്തോണം കേട്ടോ, ചൂടുണ്ട്. അപ്പോൾ വായി വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, എന്നെ തെറി വിളിക്കരുത് പിന്നെ ചൂടായിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ എന്നെ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, കൊള്ളായിരുന്നു. ചിപ്സും ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നാരങ്ങ അരിഞ്ഞു വെക്കണം. തലേന്ന് തന്നെ നമ്മൾ നാരങ്ങ ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിയിട്ട് കോരാൻ വെച്ച് അതൊന്ന് പിഴിഞ്ഞു, ഒന്ന് ഞെവിടി പിഴിഞ്ഞു വെച്ചു. പിന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചു, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇത് നമ്മൾ ഇഞ്ചിക്കും നാരങ്ങയ്ക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ. ആദ്യം നമ്മൾ നാരങ്ങയാണ് ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, വറ്റൽമുളക് ഇട്ടു, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇഞ്ചിക്കിടാൻ എല്ലാം എടുത്തിട്ടില്ല. മുളകും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ആദ്യം ഒന്ന് വറുത്ത് കോരുവാണ് ചെയ്യുന്നത്. നമ്മൾ രസത്തിനൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് മൂപ്പിച്ച് കോരി എടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നാരങ്ങ അരിഞ്ഞു വെച്ചത് ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ, അതുകൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവണം, അതാണ് ഈ നാരങ്ങയുടെ ഒരു പരുവം. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ നാരങ്ങക്കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, പിന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ പുളി നേരത്തെ പിഴിഞ്ഞു വെച്ചില്ലേ, അതുകൂടെ ഒഴിക്കണം. അപ്പോൾ നാരങ്ങയ്ക്ക് കുറച്ച് പുളി കൂടുതൽ ചേർക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ കയ്പ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പുളി പിന്നെയും കൂടെ കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നല്ലോണം തിളച്ച് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ കാണാനായിട്ട്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി അതുപോലെ തന്നെയാണ്, വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് കോരി എടുക്കണം. ഇതൊക്കെ കുറച്ച് പാടുള്ള പണിയാണ്, എന്നാലും കുറച്ചൊക്കെ ഇളങ്ങി എളുപ്പമാണ്. ഇത് അമ്മയ്ക്ക് കുറച്ച് വെളിയിൽ കൊടുക്കാനൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർത്ത് നമ്മുടെ ആവശ്യത്തിനും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ച് എടുത്ത് കോരി എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ കടുക് വറുത്ത് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് ബാക്കി വന്ന നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്തിട്ട് നല്ല മൂക്ക വറുത്തെടുക്കണം. നേരത്തെ പോലെ തന്നെ നാരങ്ങയുടെ സെയിം പോലെ തന്നെയാണ്. പിന്നെ അത് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട്, പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് പുളിയും കൂടെ ഒഴിച്ച് ഒന്ന്
തിളച്ച് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. താങ്ക് യു.